ഷാക്കിർക്ക മാർക്കറ്റിംഗ് വന്ന അസലോന്റെ പാക്കേജ് നിങ്ങൾ മാറ്റിച്ചില്ലേ അതെന്തുകൊണ്ടാണ്? ഹസലോ നമ്മൾ ടീ പോട്ടല്ലേ നീ പറയുന്നത്? അവരെ പാക്കേജ് ഓർമ്മ ഉണ്ട് നിനക്ക് പഴയത്? ഇതാണ് സാധാരണ നമ്മൾ വീട്ടിൽ വാങ്ങുന്ന ടീ പോട്ടിന് എന്ത് വില ഉണ്ടെന്ന് അറിയോ? നമ്മൾ സാധാരണക്കാരെ വീട്ടിലൊക്കെ വാങ്ങുന്ന ടീ പോട്ടിന് ഏകദേശം 140-145 മുതൽ ഒരു 350 വരെയാണ്. ഹസ്ലോന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 700 to 800 ആണ് ഒരു കിലോന്റെ പ്രൈസ്. സോ ഒരിക്കലും ഇത് വളരെ സാധാരണയായിട്ടുള്ള ഗ്രോസറി കടകളിലൊന്നും ഉണ്ടാവില്ല. ഒരു നല്ലൊരു ഗ്രോസറി കട, സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, അങ്ങനത്തെ ഒരു പ്രീമിയം ഷോപ്സ് ഇവിടെയൊക്കെയാണ് ഹസ്ലോ വരാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഇവരെ കോമ്പറ്റീറ്റർ ബ്രൂക്ക് ബോൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് കേട്ടിട്ടുണ്ടോ? അവരെ താജ്മഹൽ എന്ന് പറഞ്ഞ ടീ പൗഡർ ഉണ്ട്. ഇതും അതുപോലെ തന്നെ അവർ തന്നെ 3 റോസസ്, ഇതൊക്കെ ഏകദേശം സെയിം പ്രൈസ് റേഞ്ച് വരുന്നതാണ്. അപ്പോൾ ഹസ്ലോന്റെ ഒന്നാമത്തെ പ്രശ്നം, നമ്മൾ ഒരു ഹൈപ്പർ മാർക്കറ്റിന്റെ ഒക്കെ റാക്കിൽ ടീ പൗഡറിന്റെ സെക്ടറിൽ എല്ലാ ബ്രാൻഡുകളും ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ ഈ പാക്കേജ് കൊണ്ടുപോയി വെക്കുമ്പോൾ ആ ഒരു റിച്ച് ഫീൽ ഇല്ല. ഒരു 700-നുള്ള ഒരു ബൈയിങ് കപ്പാസിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ് ആയിട്ട് ഇത് തോന്നുന്നില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത് ഇതിന് കണ്ടോ, ബ്രൂക്ക് ബോൺ താജ്മഹൽ, ബ്രൂക്ക് ബോൺ 3 റോസസ്, ഈ ഒരു സബ് നെയിം പോലെ ഇവരും ഇതിനൊരു പേരിട്ടിട്ടുണ്ട്, ഹസ്ലോ ഗ്രീൻ മേറ്റ്. അങ്ങനെ ഉദ്ദേശിച്ചിട്ടതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇത് ശരിക്കും അവരുദ്ദേശിച്ചത് ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഗ്രീനിഷ് അങ്ങനെ എന്തെല്ലോ ആണ്, നാച്ചുറൽ. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ടീ പൗഡർ എന്ന് പറഞ്ഞൊരു ഒരു സെഗ്മെന്റിൽ ഗ്രീൻ ടീ എന്ന് പറഞ്ഞൊരു സെക്ടർ ഉണ്ട്. ഓക്കെ, അപ്പം ഇത് ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടാൻ വളരെ സാധ്യത കൂടുതലാണ്. ഇത് ഗ്രീൻ ടീ ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഇത് ഗ്രീൻ ടീ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് എന്ത് ചെയ്യും, ഡ്രോപ്പ് ആവാൻ ചാൻസ് ഉണ്ട് കസ്റ്റമേഴ്സ്. അപ്പോൾ അതിനെക്കൊണ്ട് നമ്മൾ ഈ പേരിനും എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ പാക്കേജിന്റെ ഡിസൈനും കണ്ട ഒരു ഗ്രീൻ ടീന്റെ ലുക്കാണ്. അപ്പം ഈ 3 കാര്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്തത്, അതിന്റെ പ്രൊഡക്റ്റിന്റെ ഡിസൈൻ എൻ്റെ എള്ളി മാറ്റിയത്. നമ്മൾ ചെയ്ത സാധനം കണ്ടത്, ചെയ്ത പാക്കേജ്, ആ പേര് മാറ്റിയിട്ടുണ്ട്. ഹൈ പ്രീമിയത്തിലോട്ട് ഈവൻ ഒരു 700 to 800 ഒരു 1000 ഇട്ടാൽ പോലും ഒരു ബൈയിങ് കപ്പാസിറ്റി പാക്കേജിനുണ്ട്. ബാക്കിയുള്ളത് അവരെ ബ്രാൻഡിങ്ങിന്റെ മാർക്കറ്റിങ്ങിന്റെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. സോ ഇത് നമ്മൾ അഥവാ മാറ്റിയിട്ടില്ലെങ്കിൽ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഔട്ട്ലെറ്റുകളിൽ ഈ അവരെ പഴയ പ്രൊഡക്റ്റിന്റെ പാക്കറ്റ് ആണെങ്കിൽ അത് കിടന്നിട്ട് ഒരു 80-90% എക്സ്പയർ ആയിപ്പോകും. അത് ഭയങ്കര നഷ്ടം ഉണ്ടാക്കും. അതിനേക്കാൾ നല്ലത് ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് പാക്കേജ് മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ.